ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2370. ഇന്ന് ജൂൺ മാസം 27-ാം തീയതി, 178-ാമത്തെ ദിവസത്തിലെത്തി. സ്ലീഹാനോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെയും യേശു കണ്ടെത്തിയ ശിഷ്യന്മാരെയും നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓർക്കേണ്ടതാണ്. കർത്താവാണ് അവരെ കണ്ടെത്തിയത്, അവരെ വിളിച്ചതും വേർതിരിച്ചതും കൂടെ കൂട്ടിച്ചേർത്തതുമൊക്കെ. തിരിച്ചുമൊരു ചിന്തയാവാം, ഈ ശിഷ്യന്മാര് കർത്താവിനെ എങ്ങനെയൊക്കെയാണ് കണ്ടത്? അതിങ്ങനെ ഓരോ പടിപടി വളർന്നും ചുരുങ്ങിയും വികസിച്ചും ശോഷിച്ചും ഒക്കെ പോകുന്നത് സുവിശേഷത്തിന്റെ താളിലൂടെ ഒന്ന് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ശിഷ്യന്മാരോട് ചേർന്നുള്ള ക്രിസ്തുയേശു നല്ലൊരു ചിന്തയാണ്. ദുർബലരായ, ബലഹീനരായ, വളരുകയും കുറയുകയും വീഴുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്ന ശിഷ്യന്മാരോട് ഒത്തുള്ള യേശു. ഈ സ്ലീഹാനോമ്പിന്റെ ദിവസങ്ങളിൽ ആ യേശുവിനെ നമുക്കൊന്ന് ധ്യാനിക്കാവുന്നതാണ്. എന്റെയും ഒപ്പമുള്ള യേശു. എന്തായാലും ശിഷ്യന്മാരെന്ന നിലയിൽ അന്ന് അവർ എങ്ങനെയൊക്കെയാണ് ഉത്തരവാദിത്വം നിർവഹിച്ചത്? ഇന്ന് ശിഷ്യന്മാരെന്ന നിലയിൽ എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്നുണ്ട്? വളരെ വിസ്മയം തോന്നിയ ഒരു സന്ദർഭമുണ്ട്. യേശുവിന്റെ അരികിലേക്ക് അവന്റെ ശിഷ്യന്മാർ എത്തിയിട്ട് ഒരു സ്വകാര്യം പറയുന്നത് പോലെ ചെവിക്കരികിൽ പറയുകയാണ്, നേരം വൈകി കേട്ടോ. എന്താ, ഗുരുവിന് അതിനെക്കുറിച്ച് വലിയ നിശ്ചയമൊന്നുമില്ലേ? ശിഷ്യന്മാർ പറഞ്ഞിട്ട് വേണോ ഗുരു അറിയാനായിട്ട്? നേരം വൈകി, സ്ഥലം വിജനമാണ്, ജനക്കൂട്ടത്തിന് നന്നായി വിശക്കുന്നുണ്ട്. ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഒരു ചെറിയ കൂട്ടമാണ് ഈ ശിഷ്യന്മാര്. അഭിമാനത്തോടെ നമുക്കത് ഓർക്കാം. യേശുവല്ലേ അവരെ കണ്ടെത്തിയത്. അവർ മോശക്കാരാവുമോ? കുറവുള്ളവരും പോരായ്മയുള്ളവരും ആകുമോ? അവർ പറയുകയാണ് യേശുവിനോട്, വിജനമാണ്. പിന്നെ വിജനം മാത്രമല്ല, ആൾക്കൂട്ടത്തിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് നേരവും വൈകി അവരെ പറഞ്ഞയക്കണം. എന്തിനായിരുന്നു? ഭക്ഷണം സ്വീകരിപ്പാനായിട്ട്, ഭക്ഷണം കൊള്ളാനായിട്ട് അവരെ പറഞ്ഞയക്കണം. അവിടെ തൊട്ടാണ് ഈ ശിഷ്യന്മാരോട് കുറച്ചുകൂടി ഞാൻ താതാത്മ്യം പ്രാപിക്കുന്നത്. അന്നത്തെ ശിഷ്യന്മാരോട് അവരുടെ വിചാരങ്ങളും മനോഭാവങ്ങളും ഒക്കെ യേശുവിനാൽ അവർ ശുദ്ധീകരിച്ചിട്ടുണ്ട്, തിരുത്തിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോഴും അവിടെ തന്നെയാണ്. എവിടെ തന്നെ? മറ്റുള്ളവരുടെ വിശപ്പ് കാണുന്നത് വരെ എനിക്ക് ഏതാണ്ട് ശിഷ്യന്മാരുടെ മിഴികളുണ്ട്, കാഴ്ചയും കാഴ്ചപ്പാടുമുണ്ട്. അതിനപ്പുറത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കാനായിട്ട് ഞാനിന്നും സന്നദ്ധനല്ല. എല്ലാവരുടെയും, അല്ലെങ്കിൽ ഒപ്പമുള്ള കുറച്ചു പേരുടെയെങ്കിലും വിശപ്പിനെ കുറിച്ച് ഞാൻ ധാരണയുള്ള ആളും ജാഗ്രതയുള്ള ആളുമാണ്. അതിന് പ്രായോഗികമായി ഞാൻ കണ്ടെത്തുന്ന പരിഹാരം അവനവന്റെ കാര്യം നോക്കണമെന്നുള്ളതാണ്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകാനായിട്ട് അത് കർത്താവിന്റെ അന്നത്തെ ശിഷ്യന്മാർ ഇന്ന് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ആമേൻ.